ഹലോ! ഇന്ന് അമ്മ വന്നോണ്ട് എനിക്ക് റെസ്റ്റാട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ന് അടുക്കള പരിപാടി അമ്മ ഏറ്റെടുക്കണംന്ന്. അങ്ങനെ ആദ്യം തന്നെ അമ്മേനോട് പറഞ്ഞു എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി തരണംന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേഗം തന്നെ പൊക്കത്തുനിന്ന് ഒരു പാത്രം എടുത്താട്ടെന്ന്. അങ്ങനെ വേഗം തന്നെ പൊക്കത്തുനിന്ന് ഒരു പാത്രം അങ്ങോട്ട് എടുത്ത് കൊടുത്തു. അമ്മേൻ്റെ നെയ്ച്ചോറ് പരിപാടി തുടങ്ങിട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയും അമ്മേൻ്റെ നെയ്ച്ചോറ് എനിക്ക് ഉണ്ടാക്കി തരണംന്ന്. അങ്ങനെ അമ്മ ഫുൾ ഫോൺ വിളിയും വിളിച്ചിട്ടാട്ടോ പാചകം തുടങ്ങുന്നത്. ഫോൺ ചെവിയിൽ നിന്ന് എടുത്ത ടൈമില്ല ട്ടോ. ഫുൾ ടൈം ഫോണിലാ. അങ്ങനെ ഞാൻ നെയ്ച്ചോറിലിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ എണ്ണിപ്പെറുക്കി തിന്ന് അമ്മേൻ്റെ പാചകം കണ്ട് നിൽക്കുമായിരുന്നു ട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാം നീ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഇന്നലെ തന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു ട്ടോ. അച്ഛനാണെങ്കിൽ നല്ല ടി വി ആണല്ലോ ട്ടോ ഉള്ളിൽ. അനിയത്തി വന്നു കഴിഞ്ഞാൽ ഫുൾ അടിക്കലും തുടയ്ക്കലും പെറുക്കലൊക്കെ ആട്ടോ. അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ട് ഒരു കരിക്കൊക്കെ പറിച്ച് എനിക്ക് വെട്ടി തന്നു ട്ടോ. വെറുതെ നിന്നിട്ടാ തോന്നുന്നു ഭയങ്കര ദഹിക്കൽ. പുറത്താണെങ്കിൽ വെയിലും ചൂടൊക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കരിക്ക് കുടിച്ചപ്പോൾ ഭയങ്കര സമാധാനം. അങ്ങനെ എൻ്റെ ചിക്കൻ കറി തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ അമ്മേൻ്റെ ചൂട് നെയ്ച്ചോറും. മണടിച്ചപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് അങ്ങോട്ട് തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് കഴിച്ച് എനിക്ക് മടുത്തു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേറെ ആരെയും നോക്കിയില്ല. ഞാൻ ഒരു പാത്രം എടുത്തൊരു ചൂടോടെ അങ്ങോട്ട് നെയ്ച്ചോറ് അങ്ങോട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ നല്ല ചൂട് ചിക്കൻ കറി ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.